നമസ്കാരം. ഇന്ന് നിങ്ങൾക്കായുള്ള ഭഗവാന്റെ സന്ദേശം എന്താണ് എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ഏവരും ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായി തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും എടുക്കാനായി ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇപ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ അഥവാ പ്രപഞ്ച ശക്തിയിലൂടെ ഇന്നത്തെ സന്ദേശം എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിൽ പല ആളുകളും ചില ദുഃഖങ്ങളിൽ കൂടി അഥവാ ചില പ്രതിസന്ധികളിൽ കൂടി ആശങ്കകളിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമോ കുടുംബദേവതയുടെ നാമമോ എഴുതി വന്ദിക്കാവുന്നതാണ്. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും അത് പെട്ടെന്ന് ഇല്ലാതാകുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ പല ആളുകളുടെയും ഇരുട്ട് മൂടി നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒരു പുതുവെളിച്ചം എത്തിച്ചേരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഒരു മാറ്റം എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരാൻ പോവുകയാണ്. ഒരു പക്ഷേ ആ വാർത്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം അടുത്ത ഘട്ടത്തിലേക്ക് പുതിയ തുടക്കത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അഥവാ ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളിലെ പല ആളുകളുടെയും ജീവിതം മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുമുണ്ട്. നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന, നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാൻ സാധിക്കുന്ന പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് പുതിയ സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ട് മുട്ടുന്നതുമാകാം. അങ്ങനെ പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇരിക്കുന്നതായ ഒരു സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെയാണ് സൂചന. നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള വളരെയധികം കഴിവുകളുള്ള ആളുകളാണ് എന്ന് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഇവിടെ നിങ്ങളുടെ ശക്തി, ധൈര്യം, കഴിവ് ഇവയൊക്കെ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യവും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം ഇവിടെ കാണുന്നുമുണ്ട്. ഒരു പക്ഷേ തീരുമാനം എടുക്കാനുള്ള ചുമതല നിങ്ങൾക്കായിരിക്കാം. കൂടുതലായും നിങ്ങൾക്കാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ തീരുമാനം ശരിയാകുമോ തെറ്റാകുമോ എന്ന ആശയക്കുഴപ്പം നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്, ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായ വിഷമതകൾ മാറുകയാണ് എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്നതായ സാഹചര്യം
അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്കായി രൂപം കൊള്ളുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവയൊക്കെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നതായ ആ ശക്തിയിലേക്ക് ഒരു വിശ്വാസം ഇവയൊക്കെ മൂലം വർദ്ധിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. അതായത് അടിയുറച്ചു തന്നെ ആ ദേവതയെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും മാനസികാവസ്ഥ വളരെ മോശം സ്ഥിതിയിൽ ഉള്ളതിനാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. പൊതുവെ നിങ്ങൾ എന്ന വ്യക്തി എല്ലാവരുമായി സഹകരിക്കുന്ന, പൊതുവെ ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യത്താൽ നിങ്ങൾ ആരോടും സംസാരമോ അല്ലെങ്കിൽ സഹകരണമോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിലെ ആ മാനസികാവസ്ഥ, ആ ചിന്താഗതിയൊക്കെ മറിയുന്നുണ്ട്. നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സമാധാനം, സന്തോഷം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്ന് കാണുന്നു. നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഇപ്പോൾ സാമ്പത്തികം, ജോലി, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായി സംഭവിക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഒരുക്കി തരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരും എന്നും പഴയതുപോലെ എല്ലാവരുമായി ഇടപഴകാനും സംസാരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായി തന്നെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ, ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നാണ് പരാമർശിക്കുന്നത്. എന്നാൽ അതിലേക്ക് എത്തിച്ചേരുവാൻ ചില തടസ്സങ്ങൾ വന്നു ചേരാം. അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. അകന്നു മാറിപ്പോയവരെ തിരികെ നിങ്ങളെ തേടിയെത്തുന്നതായ സാധ്യതയും ഇവിടെ കൂടുതലായി കാണുന്നു. അതായത് നിങ്ങളെ വിട്ടു പോയ ചില വ്യക്തികൾ, അത് സുഹൃത്തുക്കളാകാം, പങ്കാളിയുമായി ബന്ധപ്പെട്ടാകാം, അത്തരത്തിൽ ആരാണ് എങ്കിലും അവർ നിങ്ങളെ തിരികെ തേടിയെത്തുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു. അത് തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം. അത്തരത്തിൽ ആ വ്യക്തികൾ തിരികെ എത്താം. സമൃദ്ധി, ഐശ്വര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. അത്തരത്തിൽ ഒരു എനർജിയായി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്നും കാണുന്നു. ഇപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വച്ചിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് സാക്ഷാൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്നതായ സന്ദേശം ഇപ്രകാരമാകുന്നു: നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറണം, നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിർത്തണം എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അപ്രകാരം ഒരു സന്ദേശം നൽകുന്നതുമാണ്. ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യം ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിരപരാധിയായിരിക്കാം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുമുള്ള തെറ്റുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു മനോഭാവം ഉണ്ടാകുന്നത്.
അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി തന്നെ മുൻകൈയെടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിക്കുന്നതാണ് അത്തരത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകുന്നതുമാകാം. അപ്പോൾ എന്തായാലും മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ പ്രപഞ്ചശക്തി തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, ആത്മവിശ്വാസം, ഈശ്വരനിലുള്ള വിശ്വാസം ഇവയൊക്കെ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സന്ദേശം.